മൈത്രേയും ചേച്ചി മാമും കനിയേക്കാളും ചില്ലാണോ? ആ, ഉറപ്പായിട്ടും. ഞാനേ അല്ല ചില്ല, അവരാണ് ചില്ല. എനിക്ക് തീർച്ചയായും ട്രാവൽ ആങ്സൈറ്റി, എന്താ പറയാ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അവർക്ക് ഒന്നുമില്ല. അവർ വളരെ ഇതുപോലെ എനിക്ക് വീടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും, പൈസ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെ ചിന്തകൾ എനിക്കുണ്ട്. അപ്പം നേരത്തെ തന്നെ ഇപ്പം ദീപിക പറയുന്നില്ലേ അങ്ങനെ ചെയ്യരുത്. ഇപ്പം മൈത്രി വിശേഷമാണെങ്കിൽ ചിലപ്പോൾ ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ധാരണ, അവർ അതിനുമായിട്ട് യോജിക്കുന്നതുകൊണ്ടേ ചെയ്യുള്ളൂ. അല്ലാണ്ട് അവർ പൈസ ഇല്ലാത്തതുകൊണ്ട് പോയി ചെയ്യുക, അങ്ങനെ അവർ ചെയ്യില്ല. ഭയങ്കര ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുന്നുണ്ട് അവർ. കാരണം അവർ പൈസയൊക്കെ വരും അങ്ങനെ വേറൊരു രീതിയിൽ. എനിക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും. അയ്യോ വാടക കൊടുക്കണം, അത് ഇത്രയും പൈസ ബാങ്കിൽ സേവിങ് ഇത്തിരി ഉണ്ടെങ്കിലേ നമുക്ക്, അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. അതിനൊക്കെ മുക്തരായിട്ടുള്ള ആൾക്കാർ അവരുണ്ട്. അതൊക്കെ വരുമ്പോൾ കാണാമെന്നുള്ള വേറൊരു ധൈര്യമൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കില്ല. ഈ ധാരണയും ക്ലാരിറ്റിയും വീടിന്റെ ഉള്ളിൽ പേരൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വൺസ് യു സ്റ്റെപ്പ് ഔട്ട്സൈഡ്, ഒരു കൺവെൻഷണൽ രീതിയിൽ പോകുന്ന ഒരു സൊസൈറ്റി കനീനെ വ്യൂ ചെയ്യുന്നതും പേരൻസിനെ വ്യൂ ചെയ്യുന്ന രീതിയൊക്കെ വേറെ രീതിയിലാണ്. അപ്പം അത് എപ്പോഴേലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാഗേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നാവിഗേറ്റ് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ വൺ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏതെങ്കിലും റിലേറ്റീവ് കൊച്ചിലെ, ഇപ്പം ഏതെങ്കിലും എൻ്റെ വല്യമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലത്ത്. അപ്പോൾ അവരെന്തെങ്കിലും ഒരു കമൻറ്റ് ചിലപ്പോൾ എൻ്റെ അച്ഛനമ്മയെ പറ്റി വല്ലതും പറഞ്ഞത് കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നല്ലാണ്ട് അങ്ങനെയൊന്നും ഉണ്ടല്ലേ. ഞാൻ ഇന്നാൾ എൻ്റെ ആരോടെ പറയായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മൈത്രേൻ്റെയും വിശ്വസിച്ചിട്ട് എൻ്റെയൊക്കെ ഫോട്ടോസ് എപ്പോഴും ഫയർ ക്രൈം എന്നൊക്കെ പറഞ്ഞ കുറേ മാഗസിൻസ് ഇല്ലേ, ഇതിലൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വേശ്യാലയം നടത്തുകയാണ്, ഈ കുട്ടിയെ വെച്ചിട്ടാണ് ഇവരെ എല്ലാം ചെയ്യുന്നത്, ഈ മൈത്രേനും എന്തായാലും ഈ കുട്ടീനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. അപ്പം ഞാൻ അന്നൊക്കെ ഇങ്ങനെ ഇത് എൻ്റെ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, പട്ടം ഗേൾസ് ഹൈസ്കൂൾ. അവിടെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചിലർ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളുണ്ട്, എല്ലാ തരത്തിലുള്ള കുട്ടികളും ഉള്ള ഒരു സ്കൂളാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സംസ്കൃതം പഠിച്ചിരുന്നത് ഞാൻ. അപ്പോൾ ആ ടീച്ചർ അവരൊക്കെ കുറച്ച് പല കാര്യത്തിലും കൺവെൻഷനിലൊക്കെയാണ്. ഇതൊക്കെ ചിലപ്പോൾ ഇനി അവർ കണ്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കടയിലൊക്കെയാണ് ഇതൊക്കെ തൂങ്ങി കിടക്കുന്നത്. അപ്പം എൻ്റെ അടുത്തൊന്നും അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഒരു ഡിസ്റ്റൻസ് വെക്കുക, എൻ്റെ കൂട്ടുകാർ ഭയങ്കര അടുപ്പമുള്ള ഒരു അച്ഛനമ്മയും കനിയുടെ അടുത്ത് മിണ്ടരുതെന്ന് പറയാം. അപ്പോൾ അവർക്കറിയില്ല, എന്ന് ഞങ്ങൾ ഒരു കരയുക, അതെന്താ ഇപ്പം മിണ്ടാത്ത, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 10 അപ്പം അതേ പറഞ്ഞ അങ്ങനെയൊക്കെ കണ്ട് അതൊക്കെ മൈത്രി വിശേഷിച്ച് ഞാനൊരു സംസാരിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ക്ലാരിറ്റിയും ഇങ്ങനെ ആളുകൾ പലതും പറയുന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ എന്ന് വെച്ചാൽ ആ സമയത്ത് മൈത്രി വിഷയം സെക്സ് വർക്കേഴ്സിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, LGBTQ റൈറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ അന്നത്തെ NGO മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഫൗണ്ടേഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് റിസർച്ച് ആൻഡ് മെൻ്റൽ ഹെൽത്ത് കൊണ്ട് അവർക്ക് ഫേം എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട്. അവിടെ ത്രാണി എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് പ്രിവെൻഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന സമയമാണ് മൈത്രേശ്വരി. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിലാണെങ്കിലൊക്കെ വന്നു പോകും. അപ്പോൾ ഇപ്പം സെക്സ് വർക്കേഴ്സായിട്ടുള്ള ആളുകൾ നളിനി ചേച്ചി വന്നു കഴിഞ്ഞാലൊക്കെയും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ, പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ വാതിലും ജനലൊക്കെ എപ്പോഴും തുറന്നു നടക്കണം, വാതിൽ പൂട്ടില്ലായിരുന്നു, എല്ലാവർക്കും വരാം. അപ്പോൾ ചിലപ്പം ഞങ്ങളുടെ വാടകയ്ക്കാണ് വെച്ചിരുന്നത്. അന്നത്തെ ഓണർ അദ്ദേഹം പരിഷത്തിൻ്റെ ഒരാളാണ്, മൈത്രേൻ്റെ ഒക്കെ ഫ്രണ്ട് തന്നെയാണ്. അവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എന്തോ അനാശാസ്യം നടക്കണം, അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നതൊന്നും അല്ലാതെ അതിനേക്കാളും നമ്മൾ ഡയറക്റ്റ്ലി അതുപോലെ മൈത്രി ചേച്ചി ഇതുപോലെ ഒരു ആഹ്ലാദോത്സവം, ഫെസ്റ്റിവൽ ഓഫ് പ്ലഷർ അങ്ങനെ ഇംഗ്ലീഷ് പേരിലായിട്ട് ഒരു ക്യൂർ പ്രൈഡ് പോലെയാണ് ഓൾമോസ്റ്റ്. പക്ഷേ ക്യൂർ പ്രൈഡ് ഇല്ല അന്ന് കേരളത്തിൽ നടത്തിയിരുന്നു തിരുവനന്തപുരത്ത്. അന്ന് ഇതുപോലെ ഒരു ദിവസം ഞാൻ VTT ഹാളിലാണ് ഈ പരിപാടി നടത്തുന്നത്, അതിന് ചുറ്റുമൊക്കെയാണ്. ഇപ്പോൾ ആളുകൾ ഭയങ്കര കുറേ സപ്പോർട്ടുള്ള ആൾക്കാർ, പിന്നെ അന്ന് ആരും ഇല്ല അതിനൊന്നും സപ്പോർട്ട്. അപ്പം ഞാനിങ്ങനെ അവിടേക്ക് വരുമ്പോൾ മൈത്രേനെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ് ആളുകൾ. അവർക്ക് ഇടിക്കണം എന്നുണ്ട് ശരിക്കും മൈത്രേനെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക. ഞാനിങ്ങനെ അത് കണ്ടിട്ട് മൈത്രേ ഇങ്ങനെ ഓരോരുത്തരോടും താൻ എന്താണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ ഒന്നാമത് ട്രാൻസ് ഒന്നും ആളുകൾ കണ്ടിട്ടില്ല അതുവരെ. അവർ ഉടുപ്പൊക്കെ ഇടരുത് അങ്ങോട്ട് VTT ഹാളിൻ്റെ അവിടെ നിന്ന് സ്റ്റാച്യൂലോട്ട് നടക്കുന്നു. പല നാട്ടിൽ നിന്നുള്ളവരുണ്ട്, മലയാളികൾ മാത്രമല്ല ഉള്ളത്, ഇന്ത്യക്ക് പുറത്തുനിന്നും ഉണ്ട് ആൾക്കാർ. ഒരു കേംബ്രിഡ്ജ് ഒരു പ്രൊഫസർ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ ട്രാൻസ് ആണെന്നോ, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരും എല്ലാം കൂടെ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പലതരം സാഹചര്യങ്ങൾ നേരിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അത്ര വരില്ലല്ലോ പിന്നെ ഈ പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുഞ്ഞി നാവിഗേഷൻ ഇപ്പം ചോദിച്ച
അപ്പോൾ അവര് അങ്ങനെ അതൊക്കെ എനിക്കൊന്ന് ഈ പറഞ്ഞ ഒറ്റപ്പെട്ട് നമുക്ക് അടുപ്പോൾ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഞാനും മിണ്ടാൻ അവളുടെ അമ്മ കനിയെടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ ഒളിച്ച് വന്ന് കാണും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അയ്യോ ഇതെന്താ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്നല്ലാണ്ട് അത് തന്നെ 1-2 തവണ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി ഇനിയൊന്ന് വലുതായിക്കൊണ്ടിരിക്കും നമ്മൾ ഓരോന്നും അങ്ങനെ കാണുമ്പോൾ അറിയാം ഇതെല്ലാം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഇപ്പം ആളുകൾ ഉൾക്കൊള്ളുന്നത് ഞാൻ ഒരേ ജീവിതത്തിൽ അത് കാണുന്നത് ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ഒന്നും ഉൾക്കൊള്ളുന്നവരല്ല, എന്നാലും ഇവിടെ ഒരു ക്യൂർ പ്രൈഡ് ഉണ്ട്. ആളുകൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരേ നളിൻ ചേച്ചിയുടെ പുസ്തകം ഇറക്കുന്നു, നളിൻ ചേച്ചിയുടെ പുസ്തകം വെച്ച് സിനിമ എടുക്കുന്നു, ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ അങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ. പക്ഷെ നളിൻ ചേച്ചിയുടെ ഒരു എലക്വൻസുമാണ്. ഐ മീൻ ഭയങ്കര രസമുള്ളൊരു സ്ത്രീയാണ്, അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം 2019 പറഞ്ഞിരുന്നു അഭിനയിക്കാൻ ഇനി ഉണ്ടാവില്ല, മലയാളത്തിലാണ്. അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതിപ്പോ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ആണാണ് അന്ന് മാത്രമല്ല എനിക്ക് എന്താന്ന് പോലും ഇപ്പൊ അന്നൊക്കെ ഇന്നാളൊക്കെ ചോദിക്കുമ്പോൾ കോൺടാക്ട് ഓർമ്മയില്ല. ഇപ്പൊ കോൺടാക്ട് പോലും ഓർമ്മയില്ല. ഡയറക്ടേഴ്സ് ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നില്ല എന്നല്ല, അഭിനയിക്കാൻ പോണ്ടെന്ന് തോന്നിപ്പോയിട്ടുണ്ടെന്ന് എപ്പോഴോ പറഞ്ഞതാ. അതായത് മിസ്കോട്ടാണ്, എനിക്ക് വയ്യ എന്നൊന്ന് ഉത്തരം പറയാം. എന്നോ ഇങ്ങനെ അത് വെച്ചാൽ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വെച്ചാൽ 2000-ന് ശേഷവും ആ സമയത്തൊക്കെ ഓരോ വർക്കൊക്കെ ചില സമയത്ത് ഞാൻ പോയിട്ടാകുമ്പോൾ നമുക്ക് ആ ഒരു വർക്കിംഗ് സ്പേസിൽ എനർജി നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കണ്ടെന്നൊക്കെ തോന്നും. ഇതുപോലെ പൊട്ട കമൻസും പൊട്ട കോമഡി പറയുന്നു, നമുക്ക് ചിരി വരാത്ത അല്ലെങ്കിൽ സെക്ഷലി ഉള്ള കോമഡികളൊക്കെ പറയും. അപ്പം നമുക്ക് ചിരിക്കണം, എന്നാലും അവർക്ക് ചിരിക്കണം നമ്മൾ. അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ എന്ന് തോന്നുന്ന ഒരു സിനിമ കൾച്ചർ ഉണ്ടായിരുന്നു ഇവിടെ. അല്ലെങ്കിൽ എല്ലാ സെറ്റും ഏകദേശം അങ്ങനെ ആയിരുന്നു തോന്നുന്ന സമയം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ അല്ലാത്ത സിനിമകളൊന്നും ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ പോയതിൽ പലതും അവരുമായിട്ടൊന്നും വർക്ക് ചെയ്യണ്ട എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും നിർത്തണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പോകുന്ന ഓൾമോസ്റ്റ് ഒരു സെറ്റിലും എനിക്ക് ആ ഫീൽ വരുന്നില്ല. അപ്പോൾ മാറ്റം അങ്ങനെ രീതിയിലുണ്ട്. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് ഉള്ളതായിരിക്കും, എനിക്കറിയില്ല. ആളുകൾ മാറിയോ ശരിക്കും എനിക്കറിയില്ല. നമ്മളെവിടെ എങ്ങനെ പെരുമാറണം എന്ത് പറയരുത് എന്നുള്ളൊരു ബോധം കുറച്ചും കൂടെ മുമ്പത്തേക്കാളും ആളുകൾക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ യങ്സ്റ്റേഴ്സുള്ള ആൾക്കാരുടെ സെറ്റിലൊന്നും എനിക്ക് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക മെയിൽ എനർജി അങ്ങനെയൊന്നും തോന്നാറില്ല. കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ആളുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ തോന്നുന്ന ആൾക്കാരാണ് ഇപ്പോൾ കാണുമ്പോൾ സ്കൂൾ തോന്നുന്നത്. അന്ന് ഇപ്പോഴും അങ്ങനെ ഇതൊന്നും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അഭിനയിക്കാൻ പോകണ്ടായിരുന്നു തോന്നി എന്ന് പറഞ്ഞതായിരിക്കാം. അല്ലാതെ ഞാൻ അഭിനയിക്കും നിർത്താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് അറിഞ്ഞൂടാ. വേറെ വല്ല ജോലി തരുമോ എങ്കിൽ നിർത്താം. ഈ ഗേൾസ് വിൽ ബി ഗേൾസ് ഫീമെയിൽ ഓറിയന്റഡ് ക്രൂ ആയിരുന്നു, ഡയറക്ടറും ആയിരുന്നു. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ പാൽക്കപ്പേടയുടെ കൂടെ ചെയ്തപ്പോഴും മറ്റ് സിനിമകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം തോന്നി കുറച്ചുകൂടെ ഒരു അത് ഞാൻ അഗൈൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു നമ്മൾ ഒരുപാട് സ്ത്രീകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ആ വ്യത്യാസം ശരിക്കും ഉണ്ടോ എന്ന് എനിക്കറിയുള്ളൂ. ഞാൻ അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ റീമ സെൻ കൗണ്ടർ ഫീറ്റ് കുങ്കുന്നൊരു ഷോർട്ട് റീമയുടെ ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മിക്ക സ്ത്രീ ഡയറക്ടേഴ്സിനും എല്ലാം ഞാൻ പറയുന്നില്ല ഇപ്പോഴും. അഗെയിൻ ചില സ്ത്രീ ഡയറക്ടേഴ്സിൻ്റെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് സ്പേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അത് പക്ഷേ ഒന്നായിരിക്കും. പക്ഷേ 10 പേരെങ്കിലും ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളത് ഞാൻ അതുപോലെ പറയാണ്. അപ്പോൾ ഇല്ലാത്തവരാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പം പർട്ടിക്കുലർലി ശുചിയുടെയും പായലിൻ്റെയും എനിക്ക് ശുചിയുടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഷൗട്ടിങ് ഇല്ല. അതുപോലെ എനിക്കൊന്ന് ഈ ഡയറക്ടറിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം ഇവൻ മനു സ്ത്രീയല്ല, പക്ഷെ ആളുടെ പ്രത്യേകത കൊണ്ടാണ് തോന്നുന്നു ഒരു ബഹളമോ ഷൗട്ടിങ്ങും ദേഷ്യപ്പെടലൊന്നും ഇല്ല അവിടെ. അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ ഡയറക്ടറും ആ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് കൾച്ചർ തന്നെയാണ് മൊത്തം സെറ്റിൽ റെസൊണേറ്റ് ചെയ്യുക. അതിപ്പോൾ പെണ്ണുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പെരുമാറാം. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ത്രീകൾ കൂടുതൽ പേരും വളരെ സ്മൂത്തും ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ ആൻഡ് ഒരു ഭയങ്കര സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആണുങ്ങളുടേതിൽ രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയും കണ്ടിട്ടുണ്ട് മറ്റതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ആണുങ്ങളുടെ വർക്കിൻ്റെ കൂടുതലല്ലേ, നമ്മൾ കൂടുതലുള്ളപ്പോഴാണല്ലോ പലതും കാണുന്നത്. കുറവുള്ളതുകൊണ്ടാണോ ഇത് കാണുന്നത് അതെനിക്കറിയില്ല. അതേ പറഞ്ഞത് ഒരു ഡേറ്റ വൈസ് തന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ അപ്പം ആവുള്ളൂ. ഇതുകൊണ്ട് സ്ത്രീകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ത്രീകൾ അത് കോൺഷ്യസ് ആയിട്ട് അവരങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അവർ ആ ഒരു അതുപോലത്തെ ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കോൺഷ്യസ് ആയിട്ട് വർക്ക് സ്പേസിൽ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുകയും ഇടപെടലും ഒരു അങ്ങനത്തെ ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും പെണ്ണുങ്ങളെ കണ്ടു. ബിക്കോസ് അത് ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ തന്നെ അവിടെ എത്തപ്പെടുന്ന കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. അവർ വളരെ കോൺഷ്യസ് ആണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ. ടോക്സിസിറ്റി മാത്രമല്ല, അല്ലാത്ത രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടോ എഴുത്തിൻ്റെ രീതിയിലോ ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയോ
അതില് എന്തെങ്കിലും did you feel more free when you were in that safe അഗെയിൻ എനിക്കത് ജെൻഡർ വൈസ് പറയാൻ പറ്റില്ല. ഇപ്പോൾ അഭിഷേക് ചോബ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. ഫുള്ളി ഫ്രീ ആയിട്ട് എനിക്ക് തോന്നി. ഇൻഫാക്ട് സ്ത്രീകളെക്കാളും രസകരമായിട്ട് ആസ് എൻ ആക്ടർ എനിക്ക് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയാം, അത് എനിക്കൊരു ജെൻഡറിൽ മാത്രം ഇടാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഇതിൽ. പക്ഷെ ഞാൻ കോൺഷ്യസ് ആയിട്ട് മറ്റേത് പറയാൻ വേണ്ടി ഞാൻ പറയില്ല. അത് അങ്ങനെ അല്ല ഞാൻ എന്നെ കാണാവുന്നതാണ്. ഭയങ്കര രസമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആണുങ്ങളാണെങ്കിലും എനിക്കതൊരു ജെൻഡർ മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, മെയിൽ ഗെയ്സ് എന്ന് പറയുന്ന സ്ത്രീ ഡയറക്ടേഴ്സ് ചെയ്താലും വരും. അതൊരു ക്രാഫ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ബോധം തന്നെയാണ്, അവരുടെ ബോധ്യമാണത്. അത് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ട്രാൻസ്ഫോൺ ഏത് ജെൻഡറിലെ ആൾക്കാരാണെങ്കിലും അവർ തന്നെ വിചാരിച്ച് അവിടെ എത്തിയിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പിയേഴ്സും വേണം, പ്രൊഡ്യൂസേഴ്സും വേണം. ഇതിൽ തന്നെ ഇവർക്ക് ഇത് രീതിയിൽ പെരുമാറാൻ പറ്റില്ല. പ്രൊഡ്യൂസർ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഏതെങ്കിലും വശം പ്രൊഡ്യൂസർ ചിലപ്പോൾ ആവശ്യത്തിന് വേണ്ട രീതിയിൽ പൈസ, ആ സമയത്ത് റിസോഴ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനൊക്കെ. ഈ റിസോഴ്സസ് കറക്റ്റ് വന്നില്ലെങ്കിൽ അവർ നാച്ചുറലി ടെൻഷനിൽ നിൽക്കുമല്ലോ. നമ്മളെ അത്രയും നമ്മുടെ വിഷനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട്. നമ്മൾക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുമ്പോഴേ ശാന്തമായിട്ട് പെരുമാറാനും പറ്റുള്ളൂ. ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് അറിയാനാണ് ഒക്കെ. പിന്നെ അഭിഷേക് ചോബയ്ക്ക് നല്ല ധാരണയുണ്ട് ഓരോ ആക്ടേഴ്സിനോടും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അതൊക്കെ എനിക്ക് ഭയങ്കര യുണീക്കായിട്ട് ആളുടെ ക്വാളിറ്റി പോലെ തോന്നിയത്. അപ്പോൾ അതിപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പം പെട്ടെന്ന് ശുചി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യലേ, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അവരെയും ഇയാളെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യേണ്ട തന്നെ കാര്യമില്ല. ഷുചിയുടെ ജേർണിയിൽ തന്നെ ഷുചി ഒരു 10-15 സിനിമ എടുത്ത് കഴിയുമ്പോൾ വാവ് മറ്റതിൽ നിന്ന് ഇത്രയും. ഇപ്പം അഭിഷേക് ചോബയ്ക്ക് അയാളുടേതായിട്ടുള്ള ജേർണിയാണ്, ആളുടെ എക്സ്പോഷറും ആൾ ആദ്യമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ആളുടെ ബാക്ക് ആൻഡ് ഫോർത്ത് കമ്പയർ ചെയ്യുന്നതിലേ കാര്യമുള്ളൂ. സ്ത്രീകളായതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുന്നത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞ പോലെ സ്ത്രീകളുടെ എഴുത്തിലും ഞാൻ ഭയങ്കര മെയിൽ ഗേസും പാറ്റേണൈസിങ്ങും അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്ഥലത്തുള്ള അത്ര ഇമാജിനേഷൻ ഇല്ലാത്തതും എന്നാൽ എല്ലാം ഞാൻ രണ്ടിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ജനറൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല.